ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഞാനിവിടെ റൺ ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പുകളാണ്. ഒന്ന് ഫ്രീ ഗ്രൂപ്പും ഒന്ന് പെയ്ഡ് ഗ്രൂപ്പും. ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനും ഫ്രീ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനും ഒരു നല്ല ന്യൂസായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നിർത്താൻ പോകുമെന്ന് പറഞ്ഞിട്ട്. ബേസിക്കലി നമ്മളത് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മുടെ പുതിയ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഗ്രൂപ്പ് നിർത്തണില്ല, ഫ്രീ ഗ്രൂപ്പിനെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പോണത്. അതായത് ഇപ്പോൾ കിട്ടുന്ന പോലെ തന്നെയാണ് 9:15 തൊട്ടിട്ട് 10:30 വരെ തന്നെയാണ് ഫ്രീ ഗ്രൂപ്പിൻ്റെ ടൈം. ഇത് നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നത്തെ കാര്യം പെയ്ഡ് ഗ്രൂപ്പിലാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്കാണ് പെയ്ഡ് ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ പോണത്. ഇപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക്, ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും ഇപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ ഇരുന്ന് നമ്മുടെ ട്രേഡിങ് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മുടെ ട്രേഡിങ് അറിഞ്ഞ് പഠിച്ച് വരുന്ന ആൾക്കാർ, അവർക്കാണെങ്കിലും ഇതൊരു അടിപൊളി ന്യൂസാണ്. പെയ്ഡ് ഗ്രൂപ്പിന് ഇപ്പോൾ ഒരു ഫീ ഉണ്ട്. ആ ഫീ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ ആദ്യം ഇട്ടതാണ്. ആ ഫീ ഞാൻ കുറച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് കുറച്ചിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ യൂട്യൂബിൽ പറയണില്ല എത്ര എമൗണ്ട് എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എമൗണ്ട് എത്രയാണെന്ന്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എമൗണ്ട് അല്ല. അതൊക്കെ പെയ്ഡ് ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സിന് അറിയാം, ഫ്രീ ഗ്രൂപ്പിലും അറിയാം. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഗ്രൂപ്പിൽ നമ്മൾ ഈ എമൗണ്ട് ഫ്രീ ഗ്രൂപ്പിലേക്കും ബാധകമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ കയറുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു എമൗണ്ടാണ് എനിക്ക് തരേണ്ട ആവശ്യമുള്ളൂ. അത് നമ്മൾ ജനുവരി 1 തൊട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്കിനി പുതുക്കിയ ഒരു ഫീ ഉണ്ട്. ആ ഫീ മാത്രമാണ് ഇനി അക്സെപ്റ്റബിൾ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു ചെറിയൊരു ഫീ ഉണ്ട്. ആ ഫീ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജനുവരി 1 ശേഷം പെയ്ഡ് ഗ്രൂപ്പിൽ എത്രയാണോ ഫീ, ഞാൻ കുറച്ചിട്ടുള്ള ഫീ ആണ് പറയണത്, ആ ഫീ ആണ് നിങ്ങൾ ജനുവരി 1 തൊട്ടിട്ട് തരേണ്ടത്. അപ്പോൾ അതാണ്. ഇനി ഫീ, ഞാനിപ്പോൾ ഒരു ഫീയുടെ കാര്യം പറഞ്ഞു. ഈ ഫീ നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊരു യൂട്ടിലൈസ് ചെയ്യണത്, അതായത് നമ്മളൊരു കോഴ്സ് മാത്രം കൊടുക്കുന്ന ഗ്രൂപ്പ്, അങ്ങനത്തെ ഒരു ലെവലിലല്ല നമ്മളിവിടെ കൊണ്ടുപോകണത്. അപ്പോൾ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്, ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കോഴ്സ് തരുന്നു, നിങ്ങൾ ബൈയും സെല്ലും ചെയ്യണം. അതല്ലാണ്ട് നിങ്ങൾക്ക്, അതായത് എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലാണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നവരുണ്ടാവും, പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി ട്രേഡിങ് എടുക്കുന്നവരുണ്ടാവും, ബ്രേക്ക് ഔട്ട് നോക്കി ട്രേഡ് എടുക്കുന്നവരുണ്ടാവും, പിന്നെ പല പാറ്റേൺസ് നോക്കി ട്രേഡ് എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പാറ്റേൺസും ബ്രേക്ക് ഔട്ടും ട്രെൻഡ് ലൈനും ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്കിൽ ഏത് പ്രൈസ് എടുക്കും. അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഫസ്റ്റത്തെ പ്രശ്നം. എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും സ്ട്രൈക്കിൽ പ്രൈസ് സെലക്ട് ചെയ്യാൻ അറിയില്ല. നമ്മളിവിടെ ചെയ്യുന്നത് സ്ട്രൈക്കിൽ പ്രൈസാണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഏത് തരത്തിലുള്ള ബ്രേക്ക് ഔട്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ വ്യൂവിൽ വരുന്ന ബ്രേക്ക് ഔട്ടുകൾ, നിങ്ങളുടെ വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ. നിങ്ങൾക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ ആ വ്യൂവിൽ വരുന്ന ഒരു ട്രേഡ്, നിങ്ങളുടെ വ്യൂവിൽ വരുന്ന ട്രേഡിലത്തെ പ്രൈസ്, ആ ഒരു സ്ട്രൈക്കിനെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അതിലത്തെ കറൻ്റ്ലി അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്, അങ്ങനത്തെ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സ്ട്രൈക്കിലാണ് പറയണത് കേട്ടോ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പെയ്ഡ് ഗ്രൂപ്പിലത്തെ. നിങ്ങൾക്ക് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്ട്രൈക്കും അങ്ങനത്തെ ഒരു പ്രൈസും ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെല്ലേഴ്സ് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊസിഷൻസ്, ടൈം ഡീക്കേകൾ, ഇതൊന്നൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ ഒഴിവാകാൻ പറ്റും. ഒരു 80% നിങ്ങൾക്ക് അത് ആ ടൈം ഡീക്കേന്ന് ഒഴിവായിട്ട് മിനിമം ഒരു നല്ലൊരു പ്രോഫിറ്റിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾ ആ പ്രൈസിൽ കയറി ഒരു 10 പോയിന്റ് എസ്എല്ലിൽ പോയാൽ വരെ, നിഫ്റ്റിയിലാണ് പറഞ്ഞത്, ഒരു 10 പോയിന്റ് എസ്എല്ലിൽ പോയാൽ വരെ റീ എൻട്രിയിൽ നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റും. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഫർ. നിങ്ങളുടെ വ്യൂവിലുള്ള സ്ട്രൈക്കിനെ നിങ്ങൾ കൊണ്ടുവരിക. മനസ്സിലായില്ലേ? എൻ്റെ സ്ട്രൈക്ക് മാത്രമല്ല പറഞ്ഞത്, എൻ്റെ സ്ട്രൈക്ക് നിങ്ങൾ എടുത്തോ, ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും, അത് നിങ്ങൾക്ക് എടുക്കാം. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി എന്നോട് വന്ന് ചോദിക്കുക. ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടു, അപ്പോൾ എനിക്ക് ഇവിടെ ട്രേഡ് എടുക്കണം, ഈ സ്ട്രൈക്കിൽ ഏതാണ് പ്രൈസ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് എടുക്കുന്ന നേരത്ത് ഏത് പ്രൈസിലാണ് എടുക്കേണ്ടത്, അതാണ് അവിടുത്തെ പോയിന്റ്. ഏത് പ്രൈസിലാണ് എടുക്കേണ്ടത്, അതാണ് നിങ്ങളുടെ ലോസ് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ മെത്തേഡ്. ആ പ്രൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടാണ് പെയ്ഡ് ഗ്രൂപ്പ്. ഈ ഫെസിലിറ്റി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. അതെങ്ങനെയാണ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, അതായത് നമ്മളിപ്പോൾ 9:15 തൊട്ടിട്ട് 10:30 വരെ ഫ്രീ ഗ്രൂപ്പ് റണ്ണിങ് ആണ്. മനസ്സിലായില്ലേ? ഈ ഫ്രീ ഗ്രൂപ്പ് റണ്ണിങ് കഴിഞ്ഞ ശേഷമാണ് പെയ്ഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. പെയ്ഡ് ഗ്രൂപ്പ് തുടങ്ങിയ ശേഷം 11 മണി ടു 3 മണി വരെ നമ്മൾ ഈ ഫെസിലിറ്റി അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ട്രൈക്കും ഞാനിടും,
നിങ്ങൾക്ക് പേഴ്സണലി വന്ന് ചോദിക്കുന്ന സ്ട്രൈക്കുകൾക്ക് ഞാൻ എല്ലാത്തിനും പ്രൈസുകൾ തരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അത്യാവശ്യം ടൈം ഡിക്കൊന്നും അതിന് സംഭവിക്കില്ല. അങ്ങനത്തെ പ്രൈസുകളൊന്നും തരുന്നുണ്ടാവും. മനസ്സിലായില്ലേ? നമ്മുടെ കണ്ടീഷൻ നിങ്ങൾ പഠിക്കണം. ഇനി പറയാൻ പോകുന്ന കണ്ടീഷനാണ്. നമ്മുടെ കണ്ടീഷൻ മനസ്സിലാവേണ്ട നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ മനസ്സിലായ ആൾക്കാർക്കാണ് പെയ്ഡ് ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ഈ സ്ട്രൈക്കും പ്രൈസ് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൈസ് കൊണ്ടുവരണം. നിങ്ങൾക്ക് ഞാൻ പ്രൈസ് തന്നു, അവിടെ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ ആ പ്രൈസ് ഞാൻ തരുന്നൊരു കാര്യമില്ല. നിങ്ങൾ കണ്ടീഷൻ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈസ് ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് കൊണ്ടുവരുന്നുണ്ട്, അതിന് ഞാനൊരു പ്രൈസ് തന്നു, ആ പ്രൈസിൻ്റെ മുകളിൽ എന്താണ് അവിടെ നടക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ തരുന്ന പ്രൈസുകൾ എല്ലാതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവൽസ് എൻട്രീസ് നിൽക്കണ പ്രൈസുകളായിരിക്കും. മനസ്സിലാക്കട്ടെ കറക്റ്റായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് TTK വലിയ കാര്യത്തിൽ എഫക്റ്റ് ആവില്ല എന്ന്. അതായത് ഈ പ്രൈസിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാരിയോ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കണ സെല്ലേഴ്സ്, ഓൾറെഡി ഷോർട്ട് ചെയ്ത് നിൽക്കുന്ന സെല്ലേഴ്സ് ഉണ്ടാവും ആ പ്രൈസിൻ്റെ മുകളിൽ. അവരവരുടെ ഓർഡേഴ്സ് ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ബയേഴ്സിൻ്റെ ഒരു പുഷ് കിട്ടുന്നത്. അവിടെ സെല്ലേഴ്സ് ഷോർട്ട് ചെയ്ത് വെച്ചിരുന്ന പൊസിഷൻസിലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രൈസുകൾ ഇരിക്കുന്നത്. സെല്ലേഴ്സ് ഷോർട്ട് ചെയ്ത് വെച്ച പൊസിഷൻസിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഹ്യൂജ് പ്രോബബിലിറ്റി ഉണ്ട് അവിടെ നല്ല ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് പോകാൻ. മനസ്സിലായില്ലേ? നിഫ്റ്റിയിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും. ഇനി നമ്മുടെ കണ്ടീഷനാണ്. ന്യൂ മെമ്പേഴ്സ് ഉണ്ട്, പഴയ മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോഴും വലിയ കാര്യമായിട്ട് പഠിക്കാത്തവരുണ്ട് മീൻസ് മനസ്സിലാവാത്തവരുണ്ട്. 23,050 C ഇതാണ് ഒരു സ്ട്രൈക്ക്. നമുക്കിന്ന് ഫുൾ ടാർഗറ്റ് വന്നിട്ടുള്ളൊരു സ്ട്രൈക്കാണ്. പെയ്ഡ് ഗ്രൂപ്പിനാണ് അത് വന്നേക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടാർഗറ്റിനെ എല്ലാം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. ഇത് ഫുൾ ടാർഗറ്റ് വന്നപ്പോൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് വാച്ച് ചെയ്യാം കറക്റ്റായിട്ട്. ന്യൂ മെമ്പേഴ്സിന് ഇത് കറക്റ്റായിട്ട് നോക്കാം. ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റായിട്ട് നോക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ട്രേഡിംഗ് എന്ന്. ഞാനൊരു ലെവൽ തരുന്നുണ്ട്. 83.50 എന്ന് പറഞ്ഞ ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കൊടുത്ത ലെവലിൽ ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ബേസിക്. ഈ 2 ക്യാൻഡിൽസ്, ഇങ്ങനത്തെ 2 ക്യാൻഡിൽസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. ബയേഴ്സ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. സെല്ലേഴ്സ് ലോസിങ് ഇവിടെയാണ്, അടിയിലാണ് വരുന്നത്. 86.85 സെല്ലേഴ്സ്. വിക്ക് നമ്മൾ കൂട്ടില്ല കേട്ടോ. ഇതിൽ ഈ കോല് പോലെ നിൽക്കുന്ന സംഭവത്തിന് വിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൂട്ടില്ല. നമ്മൾ ബോഡി ഗ്ലോസ് ആണ്. ബോഡി ഗ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിൻ്റെ ഈ ബോഡി കാണാല്ലേ, പിന്നെ ഗ്രീൻ ക്യാൻഡിൻ്റെ ഈ ബോഡി, ഇതാണ് ബോഡി. അടിയിലുള്ള ഈ കോല് പോലെ സംഭവം വിക്കാണ്. അപ്പോൾ അതിനെ കൂട്ടില്ല, നമ്മൾ ബോഡിനെയാണ് കൂട്ടുക. ബോഡി ഗ്ലോസ് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ കിട്ടണം. റെഡ് ക്യാൻഡിലാണ് പറയുന്നത്. ഫസ്റ്റ് ടൈം കയറുന്ന ഈ ഗ്രീൻ ക്യാൻഡിലും പിന്നെ അതിൻ്റെ മുകളിൽ ബോഡി ഗ്ലോസ് കിട്ടുന്ന ഈ റെഡ് ക്യാൻഡിലും. ഇത്രയും കാര്യങ്ങൾ വന്നാൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. ഇത് നമ്മളവിടെ ബൈ എടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് എന്ന് പറഞ്ഞാൽ ബൈ എവിടെ എടുക്കേണ്ടത്. ഞാൻ തന്ന പ്രൈസ് നിങ്ങൾ ആലോചിക്കുക. 83.50 ഞാൻ തന്ന പ്രൈസ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ 83.50 എടുക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ഓർഡർ ഇവിടെ ഇവിടെ ആക്ടിവേറ്റ് ആയല്ലോ. റെഡ് ക്യാൻഡിൽ ആക്ടിവേറ്റ് ആയി, പിന്നെ ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ അടിയിൽ നിന്ന് എടുക്കുക. അത്രേ ഉള്ളൂ കേസ്. നമ്മൾ എക്സിക്യൂട്ട് ആയിട്ടുള്ള ഈ റെഡ് ക്യാൻഡിലിൻ്റെ അടിയിൽ നിന്ന് ഈ സ്പേസ്, ഈ ഒരു ചെറിയ സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഈ ഒരു ചെറിയ സ്പേസ്, ഈ സ്പേസിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ പ്രൈസ് എടുക്കേണ്ടത്. എക്സിക്യൂഷൻ നടത്തുന്നത് ഒന്നെങ്കിൽ ലിമിറ്റ് ഓർഡർ എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്ന് എടുക്കുക. അതാണ് ഡിമാൻഡ് പ്രൈസ് കേട്ടോ. അവിടെ നിന്ന് എടുക്കുക. 10 പോയിൻ്റ് SL ഇടുക. നിഫ്റ്റിയിൽ 10 പോയിൻ്റാണ് SL. പിന്നത്തെ ബുക്കിംഗ് ആണ്. ഇനി പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 10 പോയിന്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് ബിഗിനേഴ്സ് ആണെങ്കിൽ പഠിക്കുക. 10 പോയിന്റ് ബുക്ക് ചെയ്ത് ബിഗിനേഴ്സ് പഠിക്കുക. പിന്നെ നിങ്ങൾ എക്സ്പേർട്ടുകളായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുമല്ലോ നമ്മൾ 10 പോയിന്റ് എടുത്തു, ഇനി നമുക്ക് നല്ല രീതിക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനത്തെ സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ബാക്കിയൊരു 1:3, 1:4, 1:5 അങ്ങനെ നിങ്ങൾ എടുത്ത് പഠിക്കുക. ഇത് ടോട്ടൽ 1:5 ആണ് ഇതിൻ്റെ ടാർഗറ്റ്. നമ്മൾ നിഫ്റ്റിയിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10 പോയിന്റ് SL 50 പോയിന്റ് ടാർഗറ്റാണ്. നിങ്ങൾ മിനിമം 10 പോയിന്റ് എടുത്ത് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 50 പോയിന്റിലേക്ക് ഇരിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ഒരു ടെക്നിക്ക്. അങ്ങനെ പഠിച്ചു വരണം. അങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് കേട്ടോ. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ബയേഴ്സ് ക്ലോസിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല, ഇതിവിടെ ഇത് ഇത്തിരി മുകളിൽ വന്ന് നോക്കി. സെല്ലേഴ്സ് ക്ലോസിങ് ഈ ബോഡി ക്ലോസ്, ഇവിടുത്തെ ബോഡി ക്ലോസ്, ഈ ബോഡി ക്ലോസ് ഇത്തിരി മുകളിലാണ് വന്നതെന്ന് നോക്കി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കും. അതായത് 83-നാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്, 101-ലാണ് നിങ്ങൾക്ക് സെല്ലേഴ്സ് ക്ലോസിങ് വന്നത്, ബോഡി ക്ലോസ് വന്നത്. അപ്പോൾ നമ്മൾക്ക് ദൂരം കൂടുതല. അതായത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട സ്ഥലത്താണ് സെല്ലേഴ്സ് ക്ലോസിങ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ ഒന്നെങ്കിൽ ലിമിറ്റ് ഓർഡറിലേക്ക് വരണം, അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഡിമാൻഡ് എവിടേക്കെങ്കിലും വരണം അതിൻ്റെ അടിയിലേക്ക്. ഒരു 2, 3, 4 പോയിന്റ്, ഈ 4 പോയിന്റ് ഗ്യാപ്പിൽ നിങ്ങൾ ഡിമാൻഡ് തന്നെയാണ് കേട്ടോ. ഈ 4 പോയിന്റ് വ്യത്യാസം നിങ്ങൾ ട്രേഡ് എടുത്തോ. നിഫ്റ്റിയിലാണ് പറയണത്. അങ്ങനെ എടുത്താലും പ്രശ്നമില്ല, ഇതേ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു കേസും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ.
അല്ല അത് കുറച്ച് ദിവസമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഇവിടെ ബൈയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ക്ലോസ് ചെയ്തു. ഈ സംഭവം ശരി തന്നെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലിമിറ്റ് ഓർഡർ എടുക്കാം. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനാരിയോസിൽ ഈ സെല്ലേഴ്സ് ക്ലോസ് കഴിഞ്ഞിട്ട് ഒരൊറ്റടിക്ക് ചാടിയിട്ട് ഇത് SLൻ്റെ ഒടിക്ക് വരും. ഈ ഒരു ഭാഗത്തേക്ക് ക്യാൻഡിൽസ് വരണ കാണാറുണ്ട് ഇപ്പോൾ ഞാൻ. അപ്പോൾ ചാടി വരുന്ന രസമല്ല, ഒരു ഗ്യാപ്പ് ഡൗൺ ഇട്ടിട്ട് വരുന്ന ക്യാൻഡിൽസാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വെയിറ്റ് ചെയ്ത് ഇത്തിരി അടിയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് 10.73 10 SL പോകും. അപ്പോൾ ഈ 10 SLൻ്റെ അടിയിൽ നിന്നും വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൈസാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് 70 എടുക്കുകയാണെങ്കിൽ 60 പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇടാം. പിന്നെ ഈസി ആയിട്ടുള്ള 10 നിങ്ങൾക്ക് കിട്ടും ഇവിടെ. 10, 20, 30 ഈസി ആയിട്ട് കിട്ടും അവിടെ നിന്ന്. അപ്പോൾ അതും പരിഗണിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. SLന്ന് നിങ്ങൾ ട്രേഡ് എടുത്ത് വരികയാണെങ്കിൽ ഇത്തിരിയോണിയും വലിയ ചാൻസാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ. SLന്ന് ട്രേഡ് എടുത്ത് വന്നാൽ ഇത്തിരിയോണിയും ഹ്യൂജ് ചാൻസ് ഉണ്ട്. അത് ഞാൻ കണ്ടുവരുന്ന ഒരു സിനാരിയോ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേട്ടോ. അതും പരിഗണിക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾ SLലേക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ ചാടി കയറി SLന് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. SLൻ്റെ ഒരു ക്യാൻഡിൽ കഴിയട്ടെ, എന്നിട്ട് അവിടെ നിന്ന് പിന്നത്തെ ക്യാൻഡിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. അപ്പോഴും നിങ്ങൾക്ക് പോണത് 10 രൂപ തന്നെയേ പോണതുള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് പോണത് 10 രൂപ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് വരുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ട്രേഡിങ്ങിലേക്ക് പിന്നെ നിങ്ങളുടെ വ്യൂകളൊക്കെ നിങ്ങൾ കറക്റ്റാക്കുക. എന്നിട്ട് നിങ്ങൾ സ്ട്രൈക്ക് കൊണ്ടുവരിക. നിങ്ങൾ കൊണ്ടുവരുന്ന സ്ട്രൈക്കിൽ ഞാൻ തരുന്ന പ്രൈസ് ഇങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെ എടുക്കാണ്ട് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. സെല്ലേഴ്സ് ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തരുന്ന പ്രൈസിൽ സെല്ലേഴ്സ് ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവൽസ് എൻട്രീസ് ആണ് ഇത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പറയണത് എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രീസ് ഞാൻ പറയണില്ല. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി ആണ് ഞാൻ പറയണത്. നിങ്ങൾ പലരും പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രീസ് പഠിച്ചവരായിരിക്കും. പക്ഷേ അതൊന്നല്ല ഞാൻ അവിടെ പറയണത്. എനിക്ക് തോന്നിയത്, എനിക്ക് കുറേ കാലം ഞാനിത് വാച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രീസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് മനസ്സിലായില്ലേ? ഞാൻ ഓർഡർ ബ്ലോക്ക് നോക്കണില്ല, ഫെയർ വാല്യൂ നോക്കണില്ല, SMC അല്ല, ഒന്നും ചെയ്യണില്ല. നമ്മൾ അതൊരു വിഷനാണ്. ആ വിഷനിലാണ് ഞാൻ പറയണത് അവിടെ ഇങ്ങനെയാവും നടക്കണ്ടാവുകയെന്ന്. ബേസിക്കലി എനിക്കത് തെറ്റാറില്ല. മാക്സിമം നമുക്കത് നല്ലൊരു പ്രോഫിറ്റ് തരുന്ന സെറ്റപ്പിക്ക് വരാറ്. മനസ്സിലായില്ലേ? അതാണ് അവിടുത്തെ ഒരു പോസിബിലിറ്റി. നമുക്ക് ഫ്രീ ഗ്രൂപ്പിലൊന്നും വലിയ ട്രേഡുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിരുന്നു രാവിലെ. നമുക്കൊന്ന് ഫ്രീ ഗ്രൂപ്പിൽ വലിയ ട്രേഡൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് മാർക്കറ്റ് ഒരു 9:15 to ഒരു 12 മണി 12:30 വരെയും സൈഡ് വൈസ് തന്നെയായിരുന്നു. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസാണ്, ഇത് നിഫ്റ്റി ലെവൽസാണ്. നിങ്ങൾ നിഫ്റ്റി ഞാൻ തരുന്ന ഈ ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്തേക്കണം നോക്കുക. അത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ലെവൽസ് എന്താ ഞാൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരല്ല, നമ്മൾ സ്ട്രൈക്ക് നോക്കി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ സ്പോട്ട് നോക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടോ, നമ്മുടെ അത് സപ്പോർട്ടിലാണോ റെസിസ്റ്റൻസിലാണോ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല, വെറുതെ തീറ്റടിക്ക് അടിച്ച് പോവുള്ളൂ. അതിൻ്റെ പെർട്ടിക്കുലർ പ്രൈസുകൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു 5-10 പോയിന്റ് വരെ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല. അതാണ് എൻ്റെ ഉള്ളത്തെ ഒരു സത്യം കേട്ടോ. നമുക്ക് നിഫ്റ്റി ലെവൽസ് ഒന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ നിഫ്റ്റി ലെവൽസ്. നിങ്ങൾ നോക്കുക, ഞാൻ തന്ന സപ്പോർട്ടും റെസിസ്റ്റൻസിൻ്റെയും ഇടയിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. പക്ഷെ ബാങ്ക് നിൽക്കുന്നത് അങ്ങനെയല്ല. ഞാൻ തന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും, അതായത് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് തിരിഞ്ഞ് അടിയിലേക്ക് വന്നു, ബ്രേക്ക് ഔട്ട് തന്നു നമുക്ക് ബാങ്ക് നിഫ്റ്റി. പിന്നെ തിരിച്ച് കയറി നമ്മുടെ റെസിസ്റ്റൻസിൽ തട്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു, നല്ലൊരു എൻട്രി സാധ്യതയുള്ള ദിവസം തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലത്തെ. പക്ഷെ നിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി എൻട്രിക്കുള്ള സാധ്യത ഇല്ല. ബേസിക്കലി സപ്പോർട്ടിൻ്റെ ഇവിടേക്ക് വന്ന ശേഷം ഒരു 22,976 ഈ റേഞ്ചിലേക്ക് വന്ന ശേഷം തിരിച്ച് കയറിയേക്കാണത്. അത് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന സിനാരിയോ ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഈ സിനാരിയോ. ബാങ്ക് നിഫ്റ്റിയിലത്തെ എഫക്റ്റാണ് നിഫ്റ്റിയിൽ വന്നേക്കുന്നത് കേട്ടോ. രാവിലെ തൊട്ട് ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയ ഈ ഫോള് ബാങ്ക് നിഫ്റ്റിക്ക് അത് റിക്കവർ ആക്കാൻ വലിയ ടൈം എടുത്തിട്ടില്ല. അപ്പോൾ അത്രയും നല്ല മൊമെൻറ്റം മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും റിസൾട്ട് വന്നതായിരിക്കാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസുകളുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും. ബേസിക്കലി ഞാൻ സ്ട്രൈക്കിൽ ചെയ്യുന്നതുകൊണ്ട് ബേസിക്കലി എനിക്ക് ന്യൂസുകളോ അല്ലെങ്കിൽ സ്റ്റോക്കുകളോ അതൊന്നും നോക്കേണ്ട ആവശ്യങ്ങൾ വരാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്കാണ് നമ്മൾ ചെയ്യണത്. നമുക്ക് സിയും പിയും ഉണ്ട്, നമുക്ക് അതിൻ്റെ പെർട്ടിക്കുലർ ലെവൽസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവ് ആകുമ്പോൾ ട്രേഡ് എടുക്കാം. അപ്പോൾ ഏത് വലിയ സിറ്റുവേഷൻ വന്നാലും ലോകത്തിൽ എന്തുണ്ടായാലും സ്ട്രൈക്കിൽ എഫക്റ്റ് ചെയ്തിട്ടേ വേറെ എവിടേക്കും പോവുള്ളൂ. അപ്പോൾ അവിടെ നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം, ഹ്യൂജ് പ്രോഫിറ്റ് വരും. ഇതിന് ഒരു ന്യൂസ് നോക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി അതാണ്. ഒരു ന്യൂസിൻ്റെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, ഒരു മാർക്കറ്റിൻ്റെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രൈക്കിലാണ് ചെയ്യണത്. അപ്പോൾ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ട്രൈക്ക് നിങ്ങൾ കൊണ്ടുപോവുക,
ഞാൻ പ്രൈസ് പറഞ്ഞുതരാം, അവിടെ ഇങ്ങനെയാണ് സംഭവിക്കണതെന്ന് എനിക്ക് പറയാൻ പറ്റണത് അതുകൊണ്ടാണ്. മനസ്സിലായത്? എന്തായാലും രാവിലെ തൊട്ടിട്ട് ഒരു ഉച്ച കഴിയണ വരെ ഒരു 1:30 വരെയുള്ള മാർക്കറ്റല്ല പിന്നെ അങ്ങോട്ട് കണ്ടേക്കണത്. നല്ല മൊമെൻറ്റ് തന്നിട്ടുണ്ട്. ഒരു 2 മണി തൊട്ടിട്ടാണ് എൻ്റെ റണ്ണ് മോളിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു 2 മണി വരെ രാവിലെ 9:15 തൊട്ടിട്ട് 2 മണി വരെ വന്ന മാർക്കറ്റല്ല 2 മണിക്ക് ശേഷം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തോ ന്യൂസ് വന്നിട്ടുണ്ട്, അതാണ് അങ്ങനത്തെ ഒരു റണ്ണ് കിട്ടിയത്. അതിലാണ് നേരത്തെ കാണിച്ച ടാർഗറ്റ് വന്നത്, അതിലാണ് സ്ട്രൈക്കിൽ. നമ്മൾ ഈ സ്ട്രൈക്കുകളുടെ പ്രൈസുകളൊക്കെ അവിടെ കൊടുത്ത് പോകുന്നുണ്ട്. അവിടെ പെയ്ഡ് ഗ്രൂപ്പിൽ ഈ പ്രൈസുകളൊക്കെ ഞാൻ കൊടുത്ത് പോകുന്നുണ്ട് ഡെയിലി. ഇന്നും പോയിട്ടുണ്ട്. ഇന്ന് ഞാൻ കൊടുത്ത പ്രൈസ് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിലാണ് ആ ടാർഗറ്റ് വന്നത്. കാര്യം നല്ല ക്ഷമ വേണം കേട്ടോ. ഇന്ന് നല്ല ക്ഷമ വേണ്ട ദിവസമായിരുന്നു. രാവിലെ തൊട്ടായി ട്രേഡ് കിട്ടണില്ല. പിന്നെ കിട്ടിയ ട്രേഡ് അങ്ങനെയാണ്. അത് എത്ര പേര് എടുത്തു, ക്ഷമ കെട്ട് പോയിട്ടുണ്ടാവാം. മനസ്സിലായാൽ നല്ല രീതിക്ക് ക്ഷമ ഉണ്ടെങ്കിലാണ് ഇന്ന് ആ ട്രേഡ് കിട്ടുള്ളൂ എല്ലാവർക്കും. അല്ലാണ്ടൊന്നും ആർക്കും കിട്ടില്ല. ഞാൻ കൊടുത്തിട്ടുള്ള ലെവൽ തന്നെയാണ്. അല്ലാതെ നമുക്കിന്ന് പെയ്ഡ് ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയും പോകാം. നമുക്ക് ഫ്രീ ഗ്രൂപ്പിലൊന്നുമില്ല. രാവിലെ നമ്മുടെ സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ്. അപ്പോൾ പിന്നെ ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ ഒന്നും പണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് കാണാമല്ലോ, സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ്. 9:15 to 2 മണി വരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ എൻട്രി ഇല്ല. അതിൻ്റെ ഇടയ്ക്കുള്ള എൻട്രികളുണ്ടായിരുന്നു. ഞാൻ പറയണത് നിഫ്റ്റി സ്പോട്ടിൻ്റെ ഈ ഇടയ്ക്ക് സെൻറ്റർ ഭാഗത്ത് കുറേ എൻട്രീസ് ഉണ്ട്, ഹിഡൻ എൻട്രീസ് ഉണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മെയിൻലി പറയുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്താലാണ് കറക്റ്റ് എൻട്രി കിട്ടുകയെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എൻട്രിയും കൊടുത്തിട്ടില്ല. കറക്റ്റായിട്ട് പറഞ്ഞത് അതാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന ബാങ്ക് നിഫ്റ്റിയാണ് ഇത് ബ്രേക്ക് ചെയ്തത്. ആ ബ്രേക്ക് ചെയ്ത ടൈമിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ഉണ്ട്. പിന്നെ ഈ ബ്രേക്കിലും ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്. ഒരു 10:45 ശേഷമാണ് പെയ്ഡ് ഗ്രൂപ്പ് ആക്റ്റീവ് ആയിക്കണത്. നമുക്ക് ട്രേഡുകളൊക്കെ വരാൻ നോക്കിയിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില ട്രേഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഫസ്റ്റ് ടൈം ഈ സംഭവം SL പോയി കാണാമല്ലോ കറക്റ്റായിട്ട്. അത് SL പോയിട്ട് റീ എൻട്രി എങ്ങനെ കിട്ടിയെന്ന് നോക്കിക്കുക. ഈ സെല്ലേഴ്സ് റേഷൻ ഈ റെഡ് ക്യാനിൽ കാണാമല്ലേ, ഈ സെല്ലേഴ്സ് റേഷൻ കിട്ടിയപ്പോഴാണ് എൻട്രി ആക്ടിവേറ്റ് ആയത്. അത് പിന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു പ്രോഫിറ്റിക്ക് വരാം. ഹോൾഡ് ചെയ്തിരിക്കണം. ഇതിനൊക്കെയും ക്ഷമ വേണം, അത് നല്ല കാര്യം നടക്കുള്ളൂ. 12:15 വന്നത്. അപ്പോൾ ക്ഷമ ഇല്ലാണ്ട കാര്യം നടക്കില്ല. അപ്പോൾ അത് കിട്ടിയവരുണ്ടാവാം, പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാവാം. പിന്നെ ഇതാണ് 23,050. ഇതും ക്ഷമ വേണം, നല്ല രീതിക്ക് ക്ഷമ വേണം, എന്നാലാണ് ഇതൊക്കെ കിട്ടുള്ളൂ. പിന്നെയാണ് നമുക്ക് CE വന്നത്. ഈ CE ഈ എൻട്രി ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ ഇതൊക്കെ വരച്ച് വെക്കണം. കറക്റ്റായിട്ട് ഞാൻ തരുന്ന ലെവൽസൊക്കെയും നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ വരച്ച് വെക്കുക. കറക്റ്റ് വാലിഡ് ആയിട്ടുള്ള ലെവൽസാണ്. ആ ലെവൽസിലേക്ക് തിരിച്ചു വരുന്ന നേരത്ത് നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ കിട്ടിയതാണ് ആ നിഫ്റ്റിയുടെ ട്രേഡ്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡാണ്. ഇതും 1:5 തന്നെയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഇത് വരച്ച് വെച്ചിട്ട് ട്രേഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡൊക്കെ കിട്ടും. വലിയ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കണ SL എന്ന് പറഞ്ഞാൽ 10 പോയിൻ്റാണ്. നിഫ്റ്റിയിൽ കൊടുക്കുന്നത് 10, ബാങ്ക് നിഫ്റ്റിയിൽ കൊടുക്കുന്നത് 30 അല്ലെങ്കിൽ 20. അപ്പോൾ ഈ കൊടുക്കുന്ന SLൻ്റെ എത്ര ട്രേഡ് നമുക്ക് SL വന്നാലും ഒറ്റ ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് ഇതുകൊണ്ട് നിങ്ങൾക്ക് റിക്കവർ ആക്കാൻ പറ്റും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഞാനിന്ന് ആകെ 4 സ്ട്രൈക്ക് കൊടുത്തത്. ഈ 4 സ്ട്രൈക്കിലും കൂട്ടാണ് ഇത്ര എൻട്രീസ് വന്നത്. അപ്പോൾ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഇരുന്നാൽ മതി. എവിടെയാണ് ആക്റ്റീവ് ആവണതെന്ന് മാത്രം നോക്കിയാൽ ഞാൻ തന്നെ പ്രൈസിൽ വേണമെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കുക. CPയും ഏതാണ് ആക്ടിവേറ്റ് ആവുന്നത് അതിൽ നിങ്ങൾക്ക് എടുക്കാം. അതാണ് ബേസിക് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. പുതിയ ആൾക്കാർ കറക്റ്റായിട്ട് ട്രേഡിങ് മനസ്സിലാക്കുക, നമ്മളെ കണ്ടീഷൻ മനസ്സിലാക്കുക. എന്നിട്ട് പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വരിക. പെയ്ഡ് ഗ്രൂപ്പിലും ഫ്രീ ഗ്രൂപ്പിലും വരുന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഒരു സെഗ്മെൻറ്റും കൂടി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ്. നിങ്ങളുടെ വ്യൂ ആണ്. അതിലത്തെ ഏത് പ്രൈസാണ് വരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരും ഈസിയായിട്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഇനി ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്കും പെയ്ഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഇത് കിട്ടും, ഇതിൻ്റെ ഫെസിലിറ്റി കിട്ടും. പക്ഷേ ഫ്രീ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരുന്ന ഒരു ടൈമിൽ അത് പറ്റുള്ളൂ. മനസ്സിലായാലും ഫ്രീ ഗ്രൂപ്പിനെ വെറുതെ ഇത് തരുന്നില്ല ഞാൻ പറയണില്ല. ഫ്രീ ഗ്രൂപ്പിലും ഇത് അവൈലബിൾ ആണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടായതിന് എന്നാലാണ് കിട്ടുള്ളൂ. പെയ്ഡ് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ 11 മണി to 3 മണി അത് അവൈലബിൾ ആയിരിക്കും ഈ സെഗ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ വ്യൂവിനും നിങ്ങളുടെ ട്രെൻഡ് ലൈനും നിങ്ങളുടെ ഏതെങ്കിലും പാറ്റേൺ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്ട്രൈക്കിൽ ഏതാണ് പ്രൈസ് എന്ന് എന്നോട് ചോദിക്കുക. ഇതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ തരുന്ന പ്രൈസുകൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ലോസിൽ നിൽക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.
പ്രോഫിറ്റബിൾ ആവാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ആവാം. പിന്നെ നമ്മളിവിടെ അതിനും മാത്രം ലോസ് ഒന്നും ആർക്കും കൊടുക്കണില്ല. അതായത് നമ്മുടെ എസ് എല്ലുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് എസ് എല്ലാണ് നമുക്കുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിനും മാത്രം ലോസ് ഒന്നും ആർക്കും വരില്ല. ഇന്നിപ്പോൾ ലോസ് വന്നെങ്കിൽ നാളെ റിക്കവർ ആവും, അല്ലെങ്കിൽ ഇന്നും നാളെ ലോസ് വന്നെങ്കിൽ പിറ്റേ ദിവസം റിക്കവർ ആക്കാം. അത്രയും അടിപൊളി സ്ട്രാറ്റജി തന്നെയാണ് ഇവിടുത്തെ യൂസ് ചെയ്യണത്. പിന്നെ ആർക്കെങ്കിലും അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് DM ചെയ്ത് ചോദിക്കുക, ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെ അതിലാണ് കൊടുക്കുന്നത്. ആ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് എടുത്തിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നാളെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആണ്. SL മെയിൻറ്റെയിൻ ചെയ്തിട്ട് നാളെ ട്രേഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. TTDക്ക് നല്ല രീതിക്ക് ഉണ്ടാവും. അപ്പോൾ SL മെയിൻറ്റെയിൻ ചെയ്യുക. SL ആണ് നമ്മുടെ മെയിനായിട്ടുള്ള കൺസേൺ. പ്രോഫിറ്റ് അല്ല, SL ആണ് ഞാനിവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നത്. കിട്ടുന്ന പ്രോഫിറ്റുകളെ നിങ്ങൾ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക. നാളെ എക്സ്പയറി ഡേ ആണ്. പിന്നെയും പറയാണ്, എക്സ്പയറി ഡേ ആണ്. ട്രേഡിങ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടാർഗറ്റിന് എപ്പോൾ നിൽക്കലും വെയിറ്റ് ചെയ്യേണ്ട. നാളത്തെ ഒരു ദിവസത്തെ കാര്യം പറയണത്. വ്യാഴാഴ്ചകളിൽ നിങ്ങൾ ഫുൾ ടാർഗറ്റിന് എപ്പോഴും വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ കുറച്ച് ടാർഗറ്റ് ഇടേണ്ട നേരത്തെ ഒരു 1:2 ഒക്കെ ആയി അങ്ങനെയൊക്കെയാണ് ബുക്ക് ചെയ്യുക കേട്ടോ. അതാണ് പറയണത് ഞാൻ. പിന്നെ SL കറക്റ്റായിട്ട് 10 പവനാണ് കൊടുത്ത് ഒഴിവാൻ നോക്കുക. ടൈം ഡീക്ക് അടിച്ചിട്ടാണെങ്കിലും SL പോകണമെന്ന് വെച്ചാൽ പ്രശ്നമില്ല. SL പൊക്കോട്ടെ, പിന്നത്തെ റീ എൻട്രി നമുക്ക് നോക്കാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ എല്ലാവരും ഇരിക്കാൻ നോക്കുക കേട്ടോ. എന്നാലാണ് നാളെ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.